ഹലോ മക്കളെ, അപ്പോൾ നമ്മൾക്ക് ഓണം എക്സാം ഉണ്ടോ ക്രിസ്മസ് എക്സാം ഉണ്ടോ ഒന്നും കൺഫേം ആയിട്ടില്ല. പക്ഷേ ഏത് എക്സാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കണം അല്ലേ. അപ്പം നമ്മളത് നേരത്തെ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് നിങ്ങൾ പ്ലസ് ടുക്കാരായതുകൊണ്ട്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസംബർ ആകുമ്പോഴേക്ക് സിലബസ് തീർത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജാനുവരി ആകുമ്പോഴേക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡൽ എക്സാം ഉണ്ടാകും, പബ്ലിക് എക്സാം ഉണ്ടാകും. ഇനി നിങ്ങൾ ആരെങ്കിലും +1 ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും പഠിക്കാനുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ +2ൻ്റെ സിലബസ് എങ്കിലും ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോഴേക്ക് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ശരിക്കും കഷ്ടപ്പെടും. ഓക്കെ, അത് നിങ്ങളോട് ഭയങ്കരമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഓൾറെഡി +1 ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുണ്ടെന്നും എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നല്ല മാർക്സ് വാങ്ങിക്കാമെന്നൊക്കെ നല്ല വ്യക്തമായ ധാരണയുണ്ടാവും അല്ലേ. എന്നിട്ടും ഞങ്ങളിപ്പോൾ സീനിയേഴ്സ് അല്ലേ, ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചാൽ മതി, ഈ +2 കൂടെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉഴപ്പുന്നുണ്ടെങ്കിൽ മക്കളെ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ചിലപ്പോൾ പഠിക്കാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ടാകും. പക്ഷേ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇതെല്ലാം റീകോൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്, NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടുണ്ട്. കാരണം ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു 2-3 വർഷമൊക്കെ എന്താണോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെയിം തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കഴിഞ്ഞ വർഷം തൊട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ടില്ല, അത് നല്ലപോലെ റിവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നമ്മളിരുന്ന് ടെൻഷൻ അടിച്ചിട്ടോ ഉറക്കം കളഞ്ഞിട്ടോ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ലാസ്റ്റ് നിങ്ങളുടെ കൂടെ കളിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ മാർക്സ് വാങ്ങിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പം നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത് നേരത്തെ പഠിച്ചു തുടങ്ങുക. അത് എക്സാമിനറിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ ഒരേ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ബാച്ചിൽ നിങ്ങൾ പഠിക്കേണ്ടത്, ക്ലാസ്സുകൾ എങ്ങനെയാണ്, അതിൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണ്, കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു ദിവസം ഈ ഒരു സമയത്ത് നടക്കുന്ന ലൈവിൽ നമ്മൾ പറഞ്ഞിരുന്നുണ്ടാകും. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സും തുടങ്ങിയിട്ടില്ലെങ്കിൽ എല്ലാവരെയും കൂട്ടിയിട്ട് കറക്റ്റ് ടൈമിന് നമ്മുടെ ലൈവിൽ വരിക. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ലൈവിൽ പറയുന്നതായിരിക്കും. ഓക്കെ.